ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ DTHൻ്റെ പുതിയ റൂൾസിനെ പറ്റിയുള്ളതാണ്. എങ്ങനെ നമുക്ക് ചാനൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ട്രായുടെ ആപ്ലിക്കേഷനിലൂടെ ചാനൽ എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സൈറ്റിലേക്ക് പോകാവുന്നതാണ്. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതിൽ ലാസ്റ്റത്തെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾ എവിടെയാണ് ലൊക്കേഷൻ, അതായത് കേരള എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത്, ഏത് ഭാഷയാണ് നിങ്ങൾക്ക് വേണ്ടത്, മലയാളം, തമിഴ്, ഏത് വേണമെങ്കിൽ കൊടുക്കാം. മലയാളം കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത് നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണോ അല്ലെങ്കിൽ മ്യൂസിക് വേണോ, ന്യൂസ് വേണോ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ കാണുന്നത്, ഉപയോഗിക്കുന്നത്. ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്യുകയാണ്. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് HD വേണമെങ്കിൽ HD സെലക്ട് ചെയ്യാം, SD വേണമെങ്കിൽ SD സെലക്ട് ചെയ്യാം. ഇത് രണ്ടും ഇപ്പോൾ സെലക്ട് ചെയ്തൊക്കെയാണ്. നമുക്ക് നോക്കാം. എന്നിട്ട് അടുത്ത് വരുന്ന വിൻഡോ ഓക്കെ കൊടുത്ത ശേഷം ഇപ്പോൾ നമുക്ക് മുമ്പിൽ മറ്റൊരു വിൻഡോ കാണാം. അതിൽ HD ഉണ്ട്, SD ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട ചാനൽസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏഷ്യാനെറ്റ് ടിക്ക് ചെയ്തു. ഏഷ്യാനെറ്റ് HDക്കും SDക്കും ഒരേ വിലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് HD സെലക്ട് ചെയ്ത് കൊടുക്കാം. മറ്റ് ചാനലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. HD ഉണ്ട്, SD ഉണ്ട്. കേരള എന്നുള്ള ചാനലും ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. സൂര്യയുടെ ചാനലും ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ യുവർ സെലക്ഷൻ എന്നുള്ള ഇതിൽ നമുക്ക് നമ്പറുകൾ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം പ്രൈസിങ്, ബ്രോഡ്കാസ്റ്റ്, ലാംഗ്വേജ്, HD, SD എല്ലാം നമുക്ക് ഇതുപോലെ നോക്കാം. ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, ഹിന്ദി വേണോ, ഏത് വേണോ നോക്കാം. അതിനനുസരിച്ചുള്ള ലാംഗ്വേജുകൾ അവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ തമിഴ് ആഡ് ചെയ്തപ്പോൾ തമിഴിൻ്റെ ലാംഗ്വേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ യുവർ സെലക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ മറ്റൊരു വിൻഡോ വരും. അതിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചാനലുകൾ എത്ര ചാനൽ ഇനി ഉപയോഗിക്കാം എന്നെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാവും, ടോട്ടൽ എത്ര രൂപയാവും എന്നെല്ലാം ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ചാനൽ പെയ്ഡായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. നമ്പർ ഓഫ് പെയ്ഡ് ചാനൽ എത്ര എണ്ണമുണ്ട് എന്നെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്യൂട്ടിക് ചാനൽ നോക്കാം. ബ്യൂട്ടിക് ചാനലിൽ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഫ്രീ ചാനലിലും ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ബ്യൂട്ടിക് ചാനൽ ലിസ്റ്റിൽ പോയിട്ട് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റാർ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ മലയാളം വാല്യൂ എന്നുള്ള എടുക്കുക. അത് 39 രൂപ ആണ് അതിൻ്റെ പാക്കിൻ്റെ റേറ്റ്. അതിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യൻ മൂവീസ്, സ്റ്റാർ സ്പോർട്സ് അതുപോലെ എല്ലാ ചാനലും കിട്ടുന്നതായിരിക്കും. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും
നിങ്ങളുടെ സെലക്ഷൻ എന്നുള്ളിടത്ത് മാറുന്നത് കാണാം. അതിനനുസരിച്ച് എമൗണ്ട് മാറുന്നത് കാണാം. യുവർ പ്രൈസ്, ടോട്ടൽ പ്രൈസ് മാറുന്നത് കാണാം. സൺ ടി വിയുടെ ഇത് ഞാൻ നോക്കുകയാണ്. സൺ ടി വി ക്ലിക്ക് ചെയ്ത ശേഷം കേരള ബേസിക് എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ കേരളയുടെ നോക്കുമ്പോഴത്തേക്കും കേരളയുടെ പ്ലാൻ നൈറ്റ് വരുന്നത് കേരള ബേസിക് HD ഉണ്ട്. അപ്പോൾ അതിൽ സൂര്യ TV HD, സൂര്യ മൂവീസ്, കൊച്ച് TV, സൂര്യ മ്യൂസിക് ഇതെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇത് മതിയെങ്കിൽ നമുക്ക് അതെടുക്കാം. കേരള ബേസിക് HD എടുക്കാം. അത് 30 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ 30 രൂപയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂര്യയുടെ ചാനലുകളെല്ലാം കിട്ടും. അപ്പോൾ അതായത് 222 രൂപ ആണ് ടോട്ടൽ ആവുന്നത് ഇത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റ് പലതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു പാക്കായിട്ട് ആണ് അവർ തരുന്നത്. ഇനി നമുക്ക് എത്ര ആയെന്ന് നോക്കാം. ഇപ്പോൾ HD ചാനൽ എന്ന് നമുക്ക് ഏഷ്യാനെറ്റ് റിമൂവ് ചെയ്യാം. കാരണം ഏഷ്യാനെറ്റ് നമ്മൾ പാക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്തു. പിന്നെ ഒരെണ്ണം നമ്മൾ ഇട്ടേക്കുന്നത് സി കേരള മാത്രമാണ്. സി കേരളയ്ക്കും ഇതുപോലെ പാക്കുണ്ട്. നിങ്ങൾക്ക് സിയുടെ ചാനലുകൾ മൊത്തം കാണണമെങ്കിൽ സി എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിലും സൗത്ത് പാക്ക് അല്ലെങ്കിൽ കേരള പാക്ക്. ഇപ്പോൾ ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഫ്രീ ടു എയർ ചാനൽ എന്നുള്ള ഓപ്ഷനിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അതിൽ ടോട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫുള്ളും സെലക്ട് ആവും. സെലക്ട് ആയ ശേഷം പിന്നെ അതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നമുക്ക് വേണ്ടാത്ത ചാനലുകൾ അതിൽ നിന്നും റിമൂവ് ചെയ്യാം. മലയാളം സെക്ഷനിലുള്ളത് 52 ചാനലുകളാണ് ഫ്രീ ആയിട്ട് ഉള്ളത്. ആ 52 എണ്ണത്തിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ടിക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസിൻ്റെ ഒക്കെ മാതൃഭൂമിയുടേതും മനോരമയൊക്കെ 2, 3, 4 ചാനലുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ നിങ്ങൾ എവിടെയാണ്, നോർത്തിലാണെങ്കിൽ നോർത്ത്, സൗത്ത്, സെൻറ്റർ, അങ്ങനെ പല ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവായിട്ടുള്ള ആണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇതൊന്നും കൊടുക്കാത്ത, നോർത്ത് സൗത്ത് ഒന്നും കൊടുക്കാത്ത ന്യൂസ് എന്നുള്ള, മനോരമ ന്യൂസ് എന്നുള്ള അത് മാത്രം കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമില്ലാത്തേക്ക് ഈ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ക്ലോസ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ചാനൽ നിങ്ങളിപ്പോൾ പേരറിയാമെങ്കിൽ ആ പേര് വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഫ്ലവേഴ്സ് എന്നുള്ള ചാനലിപ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടി F ഇട്ടതേ ഉള്ളൂ. ഇതാ ഫ്ലവേഴ്സിൻ്റെ ഇത് വന്നു. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ മലയാളത്തിൽ തന്നെ കിട്ടണമെന്നില്ല. അതായത് മലയാളം കാറ്റഗറി തന്നെ കിടക്കണമെന്നില്ല. വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ആയിട്ടുണ്ടാകും. അത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നേരെ യൂസർ സെലക്ഷനിൽ പോയിട്ട് നിങ്ങൾ ടോട്ടൽ എത്ര ചാനൽ സെലക്ട് ചെയ്തു. ഇപ്പോൾ 61 ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചാനലിൻ്റെ
വീണ്ടും വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ഇത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ഡിസ്കവറി ഒക്കെ കാണുന്നവരാണെങ്കിൽ, ഡിസ്കവറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനൊരു പാക്കുണ്ട്. അതിലെ ബേസിക് പാക്ക് 6 രൂപയേ ഉള്ളൂ. 6 രൂപയുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ 207 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡിസ്കവറി നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അത് വേണ്ട. ഏഷ്യാനെറ്റ് ഇത് HD ബേസിക് HD അല്ല പറഞ്ഞത്, SD ആണ് പറഞ്ഞത് ഏഷ്യാനെറ്റ്. അപ്പോൾ നമുക്ക് ഈ പാക്ക് വേണ്ട എങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് മാത്രം മതി, മറ്റ് ചാനലുകളൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജിൽ ഏഷ്യാനെറ്റ് HD സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം SD-ക്കും HD-ക്കും ഒരേ റേറ്റാണ് ഏഷ്യാനെറ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ HD-യിൽ കാണാം. ഇനി HD TV അല്ലെങ്കിൽ HD ഇല്ലാത്തവർക്ക് SD എടുക്കാം കേട്ടോ. സൂര്യക്കും HD ഉണ്ട്. HD വേണ്ടാത്തവർക്ക് SD എടുക്കാം. അപ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം ഇതുപോലെ ടോട്ടൽ പ്രൈസ് എത്രയാവുമെന്ന് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം. ഈ ഒപ്റ്റിമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒപ്റ്റിമൈസ് എന്തിനെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒന്നിൽ കൂടുതൽ ചാനലുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരേ ചാനൽ, അതായത് ഏഷ്യാനെറ്റ് വീണ്ടും ഏഷ്യാനെറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒപ്റ്റിമൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏഷ്യാനെറ്റ് വന്നിട്ട് മറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏഷ്യാനെറ്റ് ഡിലീറ്റ് ആവും. അതിനെയാണ് ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നത്. നിങ്ങളറിയാതെ ഒരേ ചാനൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി സോർട്ട് ചെയ്ത് കിട്ടും. അതിനു വേണ്ടിയാണ്. സോ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ പ്രിൻ്റ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എക്സൽ ഷീറ്റായിട്ട് സേവ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്തുള്ള ഓപ്ഷനാണ്. ഇത് പ്രിൻ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർമാരെ ഏൽപ്പിക്കണം. ഇത് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് എക്സൽ. ഇതാണ് എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോ. അപ്പോൾ എനിക്ക് എത്ര രൂപയായി, എത്ര ചാനലുണ്ട്, എത്ര ചാനൽ പെയ്ഡാണ്, എത്ര HD ചാനലുണ്ട്, എല്ലാം ഈ ഒരു എക്സൽ ഷീറ്റിലുണ്ട്. ഇത് നമ്മളുടെ DTH ഓപ്പറേറ്റർമാർക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിൽ പറയുന്ന രൂപ മാത്രമേ നമ്മളെ ഈടാക്കുകയുള്ളൂ. ഈ ചാനലുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ, പ്രൊവൈഡ് ചെയ്യും. ജനുവരി 31-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഓപ്പറേറ്റർമാരെ ഏൽപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് അറിയില്ലാത്തവർക്കായി ഷെയർ ചെയ്യുക.